ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയി. ഇവിടെ അവിടെ ഫേമസ് ആയ ഒരു അമ്പലമുണ്ട്, ഗണപതിൻ്റെ ദഗഡുഷേത് ഹൽവായി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം. ഫേമസ് ആയ അമ്പലമാണ്. ഫുൾ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഗണപതിയാണ്. നല്ല നമ്മൾ ഗണപതിൻ്റെ സമയം ഗണേശ് ചതുർത്ഥിയെല്ലാം ഉണ്ടാവില്ലേ, അന്നേരം 14 days ഫുള്ള് പ്രോഗ്രാമും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 6:30 വീട്ടിൽ നിന്ന് വിട്ടു. 7:30 നമ്മൾ അമ്പലത്തെത്തി. അപ്പോൾ ആരത്തി എല്ലാം കഴിഞ്ഞേനു കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്ക് തിരക്ക് കുറവേഞ്ഞു. 2 പ്രാവശ്യം ഞാൻ ആ സൈഡിലേക്ക് പോയി. എൻ്റെ കോളേജ് അവിടെയാണ്. 3 വർഷം ഞാൻ അവിടെ പഠിച്ചിനേനു, അവിടെ സൈഡിൽ തന്നെ കോളേജ്. പക്ഷെ ഇതുവരെ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അവിടെ പോവാനോ ഒന്നും ആക്കാനോ. പക്ഷെ 2 പ്രാവശ്യം ഞാൻ അതിൻ്റെ അടുത്ത് പോയിനേനു, ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി നല്ല രസം തന്നെ അത് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. തിരക്കെല്ലാം ഭയങ്കര കുറവായിരുന്നു രാവിലെ പോയോണ്ട്. അപ്പോൾ പോയി അവിടെ പ്രാർത്ഥിച്ചു. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അവിടെ പോയി. അവിടെ നിന്ന് നമ്മൾ ശനിവാരവാടയിലേക്ക് പോയി. ശനിവാരവാട എന്ന് പറഞ്ഞാൽ ഇതൊരു ഫേമസ് ആയ ചരിത്ര സ്ഥലമാണിത്. ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. 18ാം നൂറ്റാണ്ടിൽ മറാഠ സാമ്രാജ്യത്തിൻ്റെ മെയിൻ സെൻറ്ററാണ് ഈ കൊട്ടാരം. ഇതൊരു വലിയൊരു കൊട്ടാരമാണ്. 7 floors ഉള്ളൊരു കൊട്ടാരമായിരുന്നു ഇത്. പക്ഷേ ഫുള്ള് നശിച്ചു, ഫുള്ള് പോയത്. ഇതൊരു ഫസ്റ്റ് ഫ്ലോർ അല്ല, ഇത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. അപ്പോൾ ഇപ്പം ഇഫ് യു സെർച്ച് ഇൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഹോണ്ടഡ് പ്ലേസ് ഇൻ പൂനെ. ഇപ്പം പറയുന്ന കേൾക്കാം, രാത്രിയാകുമ്പം ഇവിടുന്ന് സൗണ്ട് കേൾക്കും, മാമാനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ രാത്രി 6 മണിക്ക് ശേഷം അവിടെ പോകാൻ ആരും അലൗഡ് അല്ല. പിന്നെ മെയിൻ സെൻറ്ററാണ് കൊട്ടാരം എന്ന് പറഞ്ഞാൽ. 1732 ഉണ്ടാക്കിയതാണ് ഈ കൊട്ടാരം. മറാഠ ചക്രവർത്തി പേഷ്വാ ബാലാജി വിശ്വനാഥിൻ്റെ മകൻ ബാജിറാവ് I ആണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയത്. ശനിവാർ അപ്പോൾ സാറ്റർഡേ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ശനിവാർ വാഡ എന്ന് വന്നത്. അപ്പോൾ എന്തെല്ലോ ഹിസ്റ്റോറിക്കൽ ഇതിൽ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ സിനിമ ഉണ്ടല്ലേ, ഈ ബാജിറാവ് മസ്താനി സിനിമ, ആ സിനിമേൻ്റെ മെയിൻലി ബാജിറാവ് നിന്ന വീടാണിത്, അവിടെ ഉണ്ടാക്കിയ വീടാണിത്. അപ്പം അങ്ങനെയെല്ലാം പോയി ഫുൾ കറങ്ങി വന്ന് നമുക്ക് ദാഹിച്ചു. അവിടെ നിന്ന് ഒരു കരിമ്പും ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് പോയി, ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ രതീഷ് അങ്കിളിനും പപ്പക്കും നമ്മളവിടെ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, എന്നാൽ ബൈ, ടേക്ക് കെയർ.